തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ തന്നെ പെട്ടെന്ന് തന്നെ പെൻഡിംഗ് ഉള്ള സീറ്റുകളിലേക്കുള്ള തർക്കങ്ങളൊക്കെ പ്രാദേശികമായി നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ അത് തീർത്തുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുള്ള തിടുക്കത്തിലാണ് ഇപ്പോൾ മുന്നണികൾ ഉള്ളത്. CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ കഴിയുമെങ്കിൽ ഈ ദിവസം തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ആ കേന്ദ്രങ്ങളിൽ നിന്ന് LDF-ന്റെ കേന്ദ്രങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെ BJP ആയാലും കോൺഗ്രസിന്റെ ഭാഗത്തുമൊക്കെ തന്നെ അപ്രതീക്ഷിത മുഖങ്ങളെ പരീക്ഷിച്ചുകൊണ്ടൊക്കെയുള്ള നീക്കങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അമൽ തേനമ്പറമ്പിൽ എന്നോടൊപ്പം ചേരുകയാണ്. അമൽ, അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളൊക്കെ വിലയിരുത്തിയതുപോലെ തന്നെ ഇത്തവണ വലിയ അഗ്നിപരീക്ഷയാണ് 3 പേരെ സംബന്ധിച്ചോളം. പ്രത്യേകിച്ചാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചോളം സർക്കാരിന് അവരുടെ ഭരണത്തുടർച്ചയ്ക്ക് ഉള്ള അവരുടെ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കേണ്ടി വരുന്നത്. ഒപ്പം BJP-യെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ പ്രതീക്ഷകളുമായി അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറെടുത്തുള്ള ഒരു സമാനതകളില്ലാത്ത നീക്കങ്ങളും കൂടി നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ഈ 3 മുന്നണികളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ എന്താണ്? 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പിൻ്റെ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളൊരു പശ്ചാത്തലം നിലനിൽക്കുകയാണ്. നമ്മൾ ഈ ഒരു പൊതുചിത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ BJP-ക്ക് കഴിഞ്ഞ തവണ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ഉണ്ടാക്കാൻ പറ്റിയ നേട്ടം ഇത്തവണ ആവർത്തിക്കാൻ പറ്റുമോ എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുകയാണ്. മാത്രമല്ല LDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ, അതോടൊപ്പം തന്നെ എറണാകുളം കോർപ്പറേഷൻ 29-30 30 സീറ്റ് UDF-നാണ്. ഒരു സീറ്റിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ UDF ആണ് ഒരു സീറ്റിന് ഒരു മേൽക്കൈയുള്ളത്. പിന്നീട് സ്വതന്ത്രമാരെ അടക്കം ഒപ്പം കൂട്ടിയാണ് LDF-നോട് ഭരിക്കാൻ പറ്റുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിലും വർഗീസ് അടക്കമുള്ള ആളുകളെയൊക്കെ ഒപ്പം ചേർത്ത് തട്ടിമുട്ടി അങ്ങ് കടന്നു പോകുന്നൊരവസ്ഥയാണ്. വർഗീസ് പിണങ്ങിയാൽ അപ്പോൾ കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് അവിടുത്തെ വർഗീസ് ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളും ചില്ലറയൊന്നുമില്ല. അങ്ങനെ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് UDF-ന് ഒരു അല്പം മേധാവിത്വമുള്ളത്. തിരുവനന്തപുരത്താണെങ്കിൽ CPM-ന് വ്യക്തമായൊരു മേൽക്കൈ ഉണ്ട് താനും. അപ്പോൾ BJP-യുടെ വോട്ട് എവിടേക്ക് പോകുമെന്നുള്ളത് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് ചിലപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയില്ല. പ്രാദേശികമായ പല പ്രശ്നങ്ങളും ചർച്ചയാവും, വോട്ടായി മാറുകയും ചെയ്യും, വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ അതിലുണ്ടാകും. പക്ഷേ ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഈ 3 ഇടങ്ങളിലേക്കും മുനിസിപ്പാലിറ്റിന് ഒരുപക്ഷെ അങ്ങനെ പോകുന്നു. പക്ഷേ മറ്റ് കോർപ്പറേഷൻ, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഈ സംസ്ഥാനത്ത് ഇത്ര കോർപ്പറേഷനിൽ ഏറ്റവും വളരെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി അത് മാറുമോ തിരുവനന്തപുരം? അങ്ങനെ ഒരു വല്ലാത്തൊരു സസ്പെൻസിലേക്ക് ആ റിസൾട്ട് പോകാനുള്ള സാധ്യതയാണോ കാണുന്നത്? പ്രതീക്ഷ, ഈ K മുരളീധരൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രതികരണമുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചിത്രത്തിലില്ലായിരുന്നു. കോൺഗ്രസിന് ജനങ്ങൾ വോട്ട് ചെയ്ത് തോൽപ്പിച്ചു എന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരുടെ കയ്യിലിരിപ്പിന്റെ എനിക്ക് തോന്നുന്നു സാധാരണ തിരുവനന്തപുരത്തേക്ക് കാണുന്നത് വെച്ചാൽ ചില ആളുകളുടെ ഇഷ്ടക്കാർക്ക്, താല്പര്യക്കാർക്ക് ഒരു 10 സീറ്റ് വെച്ചും കൊടുക്കുകയാണ്. പക്ഷേ അതിനെല്ലാം വ്യത്യസ്തമായി ഇത്തവണ പ്രാദേശിക പൾസ് അറിയാവുന്ന ആളുകളുമായിട്ട് പഴകുന്ന അല്ലെങ്കിൽ അങ്ങനെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, വളരെ പുതുമുഖരായിട്ടുള്ള ഒരുപാട് വനിതകൾ, ഇവരെയൊക്കെ ഇറക്കി ആ പരീക്ഷണങ്ങളൊക്കെ ഏറെക്കുറെ ഇവരെ അവതരിപ്പിച്ചതിലൊരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ടല്ലേ? അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി UDF-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ഇത്തവണത്തേത് ഒന്നും മാറ്റി നിർത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കഴിഞ്ഞ തവണയൊക്കെ പ്രതീക്ഷ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കുറച്ച് പേരുകൾ നിർദ്ദേശിക്കും, അവരെ വയ്ക്കും. സ്വാഭാവികമായും പ്രാദേശിക തലത്തിൽ നിന്നും എതിർപ്പുണ്ടാകും. അവിടെ പണിയെടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല, അവിടെ റിബൽ ഉണ്ടാകും. കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് മത്സരിച്ച ഭൂരിഭാഗ സ്ഥലങ്ങളിൽ റിബലാണ്. 2 സ്ഥാനാർത്ഥിമാരായിരുന്നു എല്ലായിടങ്ങളിലും. അപ്പോൾ ഇത്തവണ അതില്ല. വളരെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് മറികടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം താഴെത്തട്ടിൽ നിന്ന് വാർഡ് കമ്മിറ്റികൾ നിർദ്ദേശിച്ച ആളുകളെയാണ് ഒരു ഏകാഭിപ്രായം താഴെത്തട്ടിലുണ്ടായി. അതിനുശേഷമാണ് ഈ മുകളിലേക്ക് ഈ പട്ടിക വന്നത്. നേതൃത്വത്തിന്റെ ഇടപെടൽ കാര്യമായിട്ടുണ്ടായില്ല എന്നുള്ളതാണ് സാധാരണ. ഓരോ ജില്ലകളിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇപ്പോൾ ചെന്നിത്തല കോഴിക്കോടാണെങ്കിൽ ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് തന്നെ എറണാകുളത്ത്, തിരുവനന്തപുരത്ത് K മുരളീധരൻ, അങ്ങനെ തലയെടുപ്പുള്ള നേതാക്കന്മാരെയൊക്കെ ഏൽപ്പിച്ചേക്കുകയാണ് പ്രധാനപ്പെട്ട കോർപ്പറേഷൻ അടക്കമുള്ള കേന്ദ്രങ്ങൾ. കഴിഞ്ഞ തവണയെന്ന് പറഞ്ഞാൽ ആരൊക്കെയോ വരുന്നു, ആരൊക്കെയോ മത്സരിക്കുന്നു, പോകുന്നു എന്നതിനപ്പുറത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പോരാട്ടം തീ പാറാൻ കാരണമെന്ന് പറയുന്നത് UDF കൂടി കളത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതുകൊണ്ടാണ്. ശബരിനാഥ് അടക്കമുള്ളവർ ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ ഫീൽ വന്നിട്ടുണ്ട്. UDF, BJP നല്ല സ്വാധീനമുള്ള പല മേഖലകളുമുണ്ട്. CPM-ന്റെ കോട്ടകൊത്തളങ്ങളായിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. കോൺഗ്രസിന് അങ്ങനെ പറയാൻ ആ തീരദേശ മേഖലയിൽ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നഗരത്തിൽ കൂടി ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത്. കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ വോട്ടുകൾ പോയത് BJP-യിലേക്കാണ്. കുറച്ച് വോട്ടുകൾ ഈ പറയുന്ന ഇടതുപക്ഷത്തേക്കും പോയി. ആ വോട്ട് തിരിച്ച് UDF പിടിച്ചാൽ ആരെ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മാത്രമല്ല BJP-യിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു ഐക്യം
ഇത്തവണ അതിന് പലയിടങ്ങളിലും വിള്ളലേറ്റിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിന്ന് സംസാരിക്കുന്ന വഞ്ചിയൂർ വാർഡിൽ പോലും റിബൽ സ്ഥാനാർത്ഥിയുണ്ട്. അത് റിബൽ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ പുറത്തേക്ക് നേരത്തെ പാർട്ടി വിട്ടു പോയ ഒരാളാണ്, എങ്കിലും സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. പലയിടങ്ങളിലും റിബൽ പ്രശ്നം BJP നേരിടുകയാണ്. തിരുമല അലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ചെറുതല്ല BJPക്ക്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് ഉറപ്പുള്ള കുറേ സീറ്റുകളുണ്ട്. അതെന്തായാലും പോകില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. കുറച്ചൊക്കെ വോട്ടൊക്കെ കുറച്ച് കുറഞ്ഞാലും പ്രശ്നം ഉണ്ടാകില്ല എന്ന് കരുതുന്നു. മാത്രമല്ല പല സീറ്റുകളിലും കഴിഞ്ഞ തവണ വിജയിച്ചു വന്നത് 100 വോട്ട് 200 വോട്ട് ആ റേഞ്ചിൽ ജയിച്ചു വന്ന സീറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ അറിയുമോ എന്നൊരു ചോദ്യം കൂടി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ രംഗത്തേക്ക് ഇറക്കിയുള്ള പോരാട്ടത്തിനാണ് 3 മിനിറ്റ്. ഇപ്പോൾ ശബരിയെ പ്രഖ്യാപിച്ചു, അവർ സജീവമായി രംഗത്തേക്ക് ഇറങ്ങി എന്നതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ CPM-നെ സ്ഥാനാർത്ഥിപ്പെട്ടി വരുമ്പോൾ 3 പേരാകും ഏരിയ സെക്രട്ടറിമാരായി ഈ പട്ടികയിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ശ്രീലേഖ അടക്കം ഇറക്കി, വളരെ പ്രധാന VV രാജേഷ് അടക്കമുള്ളവർ കളത്തിലേക്ക് ഇറങ്ങി. BJP കൂടി ഇറങ്ങുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പോരാട്ടം കളറായിരിക്കും. നല്ല എന്തൊക്കെ പറഞ്ഞാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലെ ഏറ്റവും മികച്ച ഒരു തെരഞ്ഞെടുപ്പായി മാറും. വലിയ സസ്പെൻസിലൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്നൊക്കെ നമുക്ക് കാത്തിരുന്നറിയാം. ഇടവേള